നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 7-ാം തീയതി, 1200-ാം ആണ്ട് മിഥുന മാസം 23-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ദിവസമാണ്. ഒരു ആഴ്ചയുടെ ആരംഭമാണ്. നമുക്ക് കുറേ ശുഭകാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ദിവസമാണ്. ഈ ഒരു ദിവസത്തെ ആസ്പദമാക്കിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആഴ്ചയും പോവേണ്ടത്. ഇന്ന് നമുക്ക് നല്ലൊരു ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. 2 നക്ഷത്രം ശുഭനക്ഷത്രമാണ്, അതുപോലെ ശുഭദിനമാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങണം. കാരണം നമുക്കിന്ന് അനുകൂലപ്രദമായ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മാക്സിമം നമ്മളെപ്പോഴും നല്ല ദിവസം എന്നറിയുമ്പോൾ നമുക്ക് ആ ദിവസത്തെ മാക്സിമം വിനിയോഗിക്കണം. ഒരു കാര്യവും മാറ്റിവെക്കാതെ ചിലപ്പോൾ പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ തലേ ദിവസം ചെയ്ത് തീർക്കാൻ നോക്കുക. നല്ല ദിവസമാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പൂർത്തീകരിക്കാൻ പറ്റും, നമുക്ക് റിസൾട്ടും ഉണ്ടാവും. അതുപോലെ മിഥുന മാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, അനിഴ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. വീട് വെക്കാനോ, അതുപോലെ വസ്തു മേടിക്കാനോ, വാഹനം വാങ്ങാനോ, വിദേശ യാത്രയ്ക്കോ, മറ്റ് സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങളുടേത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം നല്ല ദിവസമെന്ന് പറഞ്ഞു. നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കിയിട്ട് ഇറങ്ങണം. കലണ്ടറിൽ രാവുകാലം രേഖപ്പെടുത്തിയിരിക്കുന്ന 7 മണി മുതൽ 9 മണി വരെ എന്നാണ്. ഇപ്പോൾ രാവുകാല സമയം 7:47 ആരംഭിക്കുകയുള്ളൂ. ഒരു 17 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. 7:47 തൊട്ട് 9:21 വരെ രാവുകാല സമയമുണ്ട്. നീ 7:47 മുമ്പോ 9:21 ശേഷമോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങണം. അതുപോലെ ഇന്നും നമുക്ക് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും ബന്ധമുള്ള സമയം. അതിൽ ഗുളിക കാല സമയം 2:04 തൊട്ട് 3:38 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 10:55 തൊട്ട് 12:29 വരെയും പകൽ സമയമാണ്. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം, അല്ലാതെ തന്നെ മുഹൂർത്തം ഉണ്ട്, എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മുഹൂർത്ത സമയമാണ്. 12:05 തൊട്ട് 12:53 വരെ 48 മിനിറ്റ് നേരത്തിൽ 44 മിനിറ്റ് സമയവും ഇടയ്ക്കുള്ള 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റ് സമയവും നമുക്ക് ശുഭകാര്യത്തിന് അനുകൂലപ്രദമാണ്. ഇന്ന് നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുക. ശരിക്ക് ശുഭ്രവസ്ത്രം ഉൾപ്പെടുത്തുക. പേളിൻ്റെ കളറോ വെളുത്ത കളറിലോ ഉള്ള വസ്ത്രവും കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.